കല്യാണം കഴിച്ചിട്ടില്ല, സിംഗിളാണ്. പക്ഷേ മക്കളുണ്ട്. 106 മക്കളുണ്ട്. നിങ്ങളൊക്കെ അറിയുന്ന ആളാണ്. നമ്മുടെ ടെലഗ്രാമിൻ്റെ CEO ആയിട്ടുള്ള റഷ്യക്കാരനായിട്ടുള്ള പാവൽ ദുരോവിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇയാൾക്കിപ്പോൾ ഒരു 41 വയസ്സേ ഉള്ളൂ. കണ്ടാൽ പറയത്തില്ല, ആള് വളരെ സുന്ദരനാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിൻ്റെ പേരിൽ തന്നെ വളരെ ഫേമസ് ആണ് എന്നൊക്കെ പറയാം. പുള്ളിക്കാരൻ പണ്ട് എങ്ങനെയാണ് ഇരുന്നതെന്ന് നോക്കുക. അതുകൊണ്ടാണ് പറയുന്നത് യു ആർ നോട്ട് അഗ്ലി, യു ആർ ജസ്റ്റ് പുവർ. പൈസ വരുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ 106 മക്കൾ എങ്ങനെയാണ് ഈ 41 വയസ്സിനിടയിൽ ഇയാൾക്കുണ്ടായത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 കാമുകിമാരുണ്ടായിരുന്നു. ഇവരെ ആരെയും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഈ 3 കാമുകിമാരിലുമായിട്ടാണ് 106 അല്ല 6 മക്കള് ഇയാൾക്കുള്ളത്. ബാക്കി 100 പേരുടെ കഥ എങ്ങനെയാണ് ലോകം അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ, പാവൽ ദുരോവിൻ്റെ കാമുകിമാര് തങ്ങളുടെ മക്കൾക്ക്, അതായത് ഈ 6 മക്കൾക്കും വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വലിയ ആസ്തി മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ മരണശേഷമൊക്കെ ലഭിക്കണം എന്നുള്ള ചില കോർട്ട് മൂവ്മെൻ്റ് ഒക്കെ നടത്തിയത് ഇദ്ദേഹം അറിഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം ആ സത്യം വെളിപ്പെടുത്തുന്നത്. എനിക്ക് 6 മക്കളല്ല, ആകെ 106 മക്കളുണ്ട്. ഞാൻ പണ്ട് സ്പേം ഡൊണേഷൻ നടത്തിയപ്പോൾ വിവിധ രാജ്യങ്ങളിലുള്ള സ്ത്രീകളിലായിട്ട് എനിക്ക് 100-ലധികം കുട്ടികളുണ്ട്. ഇവർക്കെല്ലാവർക്കും വേണ്ടി തൻ്റെ സ്വത്ത് തുല്യമായിട്ട് വീതിക്കാനാണ് തനിക്കിഷ്ടം. അല്ലാതെ ഈ 6 മക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ കൊടുക്കുന്നില്ല എന്നുള്ളത് ഈ പറയുന്ന കാമുകിമാർക്കുമൊക്കെ ഒരു വലിയ അടിയായി പോയെന്ന് പറയാം. ഇദ്ദേഹത്തിന് ഏകദേശം 17 ബില്യൺ അല്ലെങ്കിൽ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയിലധികം ഒക്കെ ആസ്തിയാണ് ഉള്ളതെന്ന് പറയാം. അത് മുഴുവൻ 6ആയിട്ട് വീതിച്ചാലൊക്കെ എത്രയധികം കിട്ടുമായിരുന്നു. പ്രധാനമായിട്ടും ഒരു കാമുകിയിൽ തന്നെയാണ് 3 മക്കളുള്ളത്. അവർ വളരെയധികം റിച്ച് ആയി പോയനെ. അല്ലെങ്കിൽ നമ്മുടെ ജെഫ് ബേസോസിനെ ഡിവോഴ്സ് ചെയ്തപ്പോൾ മക്കൻസി സ്കോട്ട് അക്കാലത്തെ ഏറ്റവും ധനികയായിട്ടുള്ള സ്ത്രീയായിട്ട് മാറി. ഏകദേശം അതുപോലെയൊക്കെ സംഭവിച്ചേനെ. അത്രയും വലിയ പണക്കാരിയൊന്നും ആയില്ലെങ്കിലും. ഇതിപ്പോൾ ഏതൊക്കെ രാജ്യത്തുള്ള ഏതൊക്കെ ആളുകൾക്കാണ് കാശ് കിട്ടുക എന്നുള്ളത് ദുരോവിന് മാത്രമേ അറിയുകയുള്ളൂ. അങ്ങനെ വീതിക്കുമ്പോൾ ഒരു കുട്ടിക്ക് ഏകദേശം 1500 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പണമൊക്കെയാണ് കിട്ടുക എന്ന് കരുതി ഉടനെ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല. തൻ്റെ മക്കൾക്കെല്ലാം 30 വയസ്സ് തികയുന്ന മുറയ്ക്കായിരിക്കും ഈ പണം കൊടുക്കുക. തൻ്റെ മരണശേഷം മക്കൾ തമ്മിലടിക്കുന്നത് കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നതെന്നാണ് ദുരോവ് പറയുന്നത്. ഈ ദുരോവ് തന്നെ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും എൻ്റെ മക്കള് തലമുറ ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശമായിരുന്നു പുള്ളിക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ സാധാരണക്കാരൊക്കെ ഒരു കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ 2-3 പിള്ളേരുണ്ടാവുന്നത് പോലും, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ തീർന്നു ഇതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ, ആ സ്ഥാനത്താണ് ഈ ദുരോവിനൊക്കെ 100-ലധികം മക്കളൊക്കെ ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ എവിടുന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും രസകരമായൊരു കാര്യം.